നമ്മുടെ അനീഷും ജിസേലും ഒക്കെ തമ്മിലുള്ള ഒരു ക്യൂട്ട് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ജിസേലൊക്കെ ഇപ്പം പുറത്തേക്ക് പോവാണ്, അവിടെ വന്നിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തേക്ക് പോവാണ്. അപ്പം ഒരു ബൈ പറയുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മുടെ അനീഷിൻ്റെ അടുത്ത് വന്ന് ജിസേൽ വരുന്ന ടൈമിൽ അനീഷ് പറയാണ് അമ്മയോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ള രീതിയിലൊക്കെ അവർ ഹഗ് ചെയ്യാണ്. ജിസേൽ അപ്പം കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ടൊക്കെ പാടുന്നു. എന്നിട്ട് ഹഗ് ചെയ്യുന്ന സമയത്ത് ജിസേൽ ചോദിച്ചു പാടൂ, നിങ്ങളും കൂടെ പാടൂ. അപ്പം കണ്ണാൻ തുമ്പി എൻ്റെ ഫ്രണ്ടായിട്ട് കൂടെ കൂടണം എന്ന് പറഞ്ഞിട്ട് അനീഷും ആ പാട്ട് പാടുവാണ്. കണ്ണാൻ തുമ്പി പോരുന്നു, ഇത് ഫ്രണ്ടായിട്ട് കൂടുന്നു, അങ്ങനെ എന്തോ രീതിയിൽ അനീഷും ആ പാട്ടൊക്കെ ജിസേലിന് പാടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ജിസേൽ പറയണം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്, പ്യുവർ ഹേർട്ടാണ്, ക്ലീൻ ഹേർട്ടാണ്, അപ്പം നിങ്ങൾ വിൻ ചെയ്യും, അത്രത്തോളം പുറത്ത് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, അപ്പം നിങ്ങൾ വിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനീഷ്. എനിക്കത് നിങ്ങൾ ആ ഒരു ഇതിൽ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലവേഴ്സൊക്കെ പുറത്തുണ്ട്, അപ്പം അതേപോലൊക്കെ നിങ്ങൾ വിൻ ആവുകയാണെങ്കിൽ എനിക്കൊരു പാർട്ടി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെപ്പോലുള്ളൊരു റിലേറ്റീവ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേക്കും, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യും, നല്ല മനസ്സാണ്. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നേ ഞാൻ നിങ്ങളെ കെട്ടിവിടുമെന്നോ എന്തോ പറയുന്നുണ്ട്, കെട്ടിച്ച് തരാം എന്നാന്ന് തോന്നുന്നു പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെ പറയുന്നത് എൻ്റെ പെങ്ങളുണ്ടായിരുന്നേ കെട്ടിവിടുമെന്നൊക്കെ. അപ്പം അനീഷിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഭാഗ്യം ജിസേൽ ഇങ്ങനത്തെ സ്നേഹം കാണിച്ചിട്ട് കുറേ ദിവസം നിൽക്കാഞ്ഞത്, അല്ലെങ്കിൽ ഓൾറെഡി അനുമോളോട് ക്രഷ് തോന്നുന്നതിന് മുൻപേ ക്രഷ് തോന്നിയ വ്യക്തി ജിസേലാണ്. അപ്പം ജിസേൽ അങ്ങാണ്ട് ഇതുപോലത്തെ വാക്കുകളും ഡയലോഗൊക്കെ അടിച്ച് അനീഷിൻ്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ അനീഷ് അനുമോളോട് ലവ് ആണെന്ന് പറയുന്നതിന് മുൻപേ ജിസേലിനോട് കെട്ടിയാലോ എന്ന് ചോദിച്ചേനെ. എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും നടന്നില്ല. എന്തായാലും നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. പുറത്തിറങ്ങുമ്പോൾ പാർട്ടിയൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ പിരിഞ്ഞത്. അനീഷ് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജിസേൽ ആഗ്രഹിക്കുന്ന പോലെ കരിയറിൽ ഉയർച്ചകൾ എത്തട്ടെ, ആഗ്രഹിക്കുന്ന പോലെ പാരീസിലും പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സൂപ്പർ മോഡൽ ആവാനുള്ള ഒരവസരം കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ജിസേൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളപ്പോൾ ജയിച്ച് വരട്ടെ എന്നൊക്കെ രണ്ടുപേരും ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ജിസേൽ ഇവിടെ വന്നത് ഗെയിമൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ടാട്ടോ. ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരത്തേക്ക്, യാതൊരുവിധ ആരെയും അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വന്നു ആര്യനുമായിട്ടുള്ള ലവ് ട്രാക്കൊക്കെ നൈസായിട്ട് ചെറുതായിട്ടൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ്റെ കൂടെ ഡേറ്റിംഗ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പം ഒരു ബ്ലഷൊക്കെ ഉണ്ടായിരുന്നു ജിസേലിൻ്റെ ഫേസിൽ. അപ്പോൾ ജിസേൽ വന്നത് ആര്യൻ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു പ്രശ്നങ്ങളോ പ്രോബ്ലമോ ഇല്ല, നല്ല രീതിയിൽ വന്നു പോയൊരു വ്യക്തിയായിരുന്നു. പിന്നെ അനുമോൾക്കിട്ട് നൈസായിട്ട് ഇടയ്ക്ക് കൊട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു വഴി കൂടെ നടന്നു. എന്നാലും മറ്റുള്ളവരുടെ അത്രയും ശല്യമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെരി നൈസ് പ്ലേ.